ഹലോ, എന്റെ റബ്ബേ, എന്ത് കട്ടിയെ മുട്ട കടിക്കണം, വല്ല പട്ടി കടിക്കണ പോലെ. ഇവന്മാർക്കൊരു മൂട്ടിയില്ല, പട്ടിയില്ല. ഉറങ്ങാനായിട്ട് വിസടിച്ച പോലെ. അജിത്ക്ക, എന്താ നിങ്ങളൊന്നും മുണ്ടിയില്ല? ഈ പറയണതൊക്കെ ശരി തന്നെ. അതനക്ക് ഈ കണ്ട നേരം മുഴുവൻ കൂർക്കം വലിച്ചിരുന്നത് നീ തന്നെയല്ലേ, അല്ലാതെ കത്തുപാട്ടൊന്നുമല്ലല്ലോ. എന്നാലും എന്റെ വലിക്കൊരു മയക്കട്ടോ. അതെ അതെ, നല്ല മഴയാണ് എന്റെ കൂർക്കം വലിക്ക്. അതെ, നിങ്ങളൊന്ന് ഓടിയില്ലേ മരീദ്ക്ക? ഇല്ല, ഇന്ന് ഓടിയില്ല. ഇന്നിന്റെ മോൻ വരുന്ന ദിവസല്ലേ. ഇനിയിപ്പോ ഏതായാലും പള്ളിക്കൊന്ന് നിശ്ചയിച്ചിട്ടാണ്ടിറങ്ങാം. പടച്ചോനോട് നന്നായി ദുആ ചെയ്തു. ആദ്യത്തെ ഇന്റർവ്യൂ തന്നെ പാസ്സാണ് എന്റെ മോന്. ഹലോ, യെസ് യെസ് സർ, താങ്ക് യു സർ, താങ്ക് യു. അപ്പാ, ഞാൻ ഇന്റർവ്യൂ പാസ്സായി. അൽഹംദുലില്ലാഹ്. സുൽത്താൻ, ഒന്ന് നിൽക്കുമായി. ജോലിക്ക് പോവാല്ലേ? ജോലി അങ്ങോട്ട് റെഡിയായി, അൽഹംദുലില്ലാഹ്. ഇപ്പോഴാണ് എൻ്റെ ഉപ്പാടെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി ഉപ്പാക്ക് സ്വസ്ഥായിട്ട് നാട്ടിൽ പോകാലോ അല്ലേ? ഓക്കെ. ഹലോ, എന്തടാ? ആഹാ, ഇല്ലടാ. എൻ്റെ മുത്തേ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ പ്ലീസ്.
നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു ലക്കി ജോബാണിത്. അതിവിടെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് അത് താങ്ങാൻ പറ്റില്ല. എൻ്റെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഈ ജോലി തരപ്പെടുത്തിയത്. ഉപ്പാക്കൊരു താങ്ങായിട്ട് നിൽക്കേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ കളിച്ചു നടക്കാന്ന് വെച്ചാ എൻ്റെ പൊന്നു മോളെ, കേവലം 1 വർഷം. അത് കഴിഞ്ഞ് ഞാനങ്ങ് പറഞ്ഞിട്ടില്ലേ. എന്ത് പറ്റില്ലാന്നോ? എൻ്റെ മോളെ കടുങ്കയൊന്നും ചെയ്യല്ലേ, എന്നാ ഞാൻ അങ്ങോട്ട് എത്താം. പരിൽക്ക 10-35 കൊല്ലായില്ലേ നിങ്ങൾ ഇവിടെ ഈ കഷ്ടപ്പെടൽ തുടങ്ങിയിട്ട്. മക്കള് നേരാവണമെന്ന് നമ്മൾക്ക് മാത്രം ആഗ്രഹം ഉണ്ടായ പോരാ, അത് അവർക്കും കൂടെ വേണം. നല്ല പൊന്നുപോലത്തെ പണിയല്ല ആ കുട്ടി കളഞ്ഞിട്ട് പോയി. ഇനിയിപ്പോ 2ാമത്തെ വന്നാലുള്ള പാടെന്താണ്? നിങ്ങൾ പെട്ടെന്ന് നാട് പിടിക്കാൻ നോക്കിയിട്ട് പഠിക്കുക. ഇത് നിങ്ങളുടെ മോൻ 2ാമത്തെ മോൻ ശുക്കൂർ അല്ലേ? എന്താ എനിക്ക് പറ്റിയില്ലേ? എന്റെ പൊന്നെ, അൽഹംദുലില്ലാ. എന്നാൽ ഇവൻ എത്തിയല്ലോ. ഓക്കെ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. മണിക്കൂർ 2ആയി ബാത്റൂമിൽ കയറിയിട്ട്. ഇഡിയറ്റ് നിന്റെ. അതെ, ഇവിടെ ബാത്റൂമിനൊക്കെ ഒരു സമയം കാലൊക്കെ ഉണ്ട്. ഉപ്പ 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 എനിക്ക് ശരിയാവില്ല. ഒന്ന് ടോയ്ലറ്റ് പോണെങ്കിലോ അവിടെയുണ്ട് ആള്. പോരാത്തതിന് ഇരുട്ട് നിറഞ്ഞല്ലോ ഒരു മുറി. ലൈറ്റ് ഒന്നും ഇടണമെങ്കിലോ അതിനും പറ്റില്ല. ഇവിടെ ഉറങ്ങണമെങ്കിലോ തിക്കും തിരക്കും. എനിക്കത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. ഇത്രയും നാളെയുടെ ജീവിതം തള്ളി നീക്കി ഉപ്പാനെ സമ്മതിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല നരകിച്ച ജീവിതം ജീവിക്കാൻ. രണ്ടാമത്തെ മകൻ അങ്ങോട്ട് പോയില്ലേ, എന്താ ചെയ്യാ?